സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 20 ലക്ഷം രൂപ പിഴയും. ശിക്ഷ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം. ഇതിനുശേഷം ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽപ്പടിയിൽ കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യനാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ജോർജിന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസ്. 2022 മാർച്ച് 7-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ, അഡ്വക്കേറ്റ് നിബു ജോൺ, അഡ്വക്കേറ്റ് അഖിൽ വിജയ്, അഡ്വക്കേറ്റ് സ്വാതി S ശിവൻ എന്നിവർ ഹാജരായി. വധശിക്ഷ നൽകാത്ത സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതുകൂടാതെ 449 വകുപ്പ് അനുസരിച്ച് ഭവനവേതനത്തിന് 6 വർഷവും, അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഭീഷണിപ്പെടുത്തിയതിന് 2 കൊല്ലവും, ആംസ് ആക്ടിന് 3 മാസവും ശിക്ഷിച്ചു. അപ്പോൾ 8 വർഷവും 3 മാസവും. ഈ 8 വർഷവും 3 മാസമുള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം. അത് കൺസിക്യൂട്ടീവാണ്, കൺകറൻ്റല്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം. അത് അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവപര്യന്തം അതിനുശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ. അതിന് ശേഷം മാത്രമാണ് അനുഭവിക്കേണ്ടത്. അതുപോലെ 20 ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഈ ഫൈൻ 20 ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിൻ്റെ മൈനറുകളായ 4 മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.